ചിലർക്കെങ്കിലും ഇതിനകത്തില്ല ചിലർക്കെങ്കിലും വിഷമം വരുന്നൊരു കാര്യം പറയാം. അവിടെ ചെല്ലുമ്പം വിളിക്കാൻ പോകുന്ന വിളി എന്നറിയോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബഹുമാനനായ പ്രസിഡന്റ് വിളിക്കത്തില്ല, ഇനി പാസ്റ്റർ എന്ന് പോലും വിളിക്കത്തില്ല. അവിടെ ചെല്ലുമ്പം റവറന്റ്, നോ, ഒരു റവറന്റും ഇല്ല. അവിടെ ചെല്ലുമ്പോ ചുമ്മാടോയും വിളിക്കത്തില്ല, ഒറിജിനൽ ഡോയും വിളിക്കത്തില്ല. ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല. അവിടെ ചെല്ലുമ്പോൾ ഒറ്റ വിളിയേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സുവിശേഷകരും എനിക്കും അവിടെ ചെന്ന വിളി ഒന്നാണ്, ദാസനെ. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ നല്ല സ്വതന്ത്രം പറ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒറ്റ വിളിയേ ഉള്ളൂ, ദാസനേ എന്നുള്ള വിളിയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്തന്മാർക്കെല്ലാം അതായിരുന്നു സന്തോഷം. അബ്രഹാമിനെ ദാവീദിനെ വിളിച്ചത് എന്റെ ദാസൻ, മോശയെ വിളിച്ച എന്റെ ദാസനെന്നാണ്, യോശുവയെ വിളിച്ച എന്റെ ദാസൻ, കാലേബിനെ വിളിച്ച എന്റെ ദാസൻ. എന്തിനാ? യേശുവിന്റെ സഹോദരൻ പോലും ലേഖനം എഴുതിയപ്പം എഴുതിയത് എന്റെ കൂടപ്പുറപ്പായ ക്രിസ്തു ഇല്ല, ക്രിസ്തുവിന്റെ ദാസനായ യൂദ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതൊരു അഭിമാനമല്ലേ? ഇനി ഒരു ക്രിസ്തു ശിഷ്യന്റെ, ഒരു ക്രിസ്തുവിന്റെ ദാസന്റെ പ്രത്യേകത എന്നറിയാം, അവന് സ്വന്തമായ ഐഡന്റിറ്റി ഇല്ല. അവന്റെ ഐഡന്റിറ്റി കർത്താവിന്റെ ഐഡന്റിറ്റി. ഇപ്പം ഇതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സെലിബ്രിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ രാജേഷ് ബ്രദർക്ക് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നു, പക്ഷെ അത് സെലിബ്രിറ്റിയാന്നും പറഞ്ഞ് ചെന്ന് സെൽഫി ഒന്നും എടുക്കാൻ നിൽക്കില്ല. ഇവിടെ സെലിബ്രിറ്റി ഇല്ല. ഇപ്പൊ ഇത് സെക്കുലർ ഗാനമേളയാണെങ്കിൽ യേശുദാസ് വന്നാലോ, നമ്മുടെ യേശുദാസ് അല്ലേ, അത് നമ്മുടെ സഹോദരനാ. പിന്നെ കെ ജെ യേശുദാസ് വന്നാലോ, ചിത്ര ചേച്ചി വന്നാലോ ഒക്കെ പ്രാധാന്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചിത്രയ്ക്കും പ്രാധാന്യമില്ല, ഇവിടെ ഒരു യേശുദാസ് സാറിനും പ്രാധാന്യമില്ല. ഇവിടെ വി ഡി സതീശൻ വന്നൊരു പ്രസംഗം വരുമ്പോൾ നിങ്ങൾ കോറി ഒന്നും പറയരുത്. കാര്യം അതിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യമുള്ള സംഭവമല്ല. സതീശ സാറ് വന്ന് പ്രസംഗിച്ചാലും കാര്യമില്ല, എം സ്വരാജ് പ്രസംഗിച്ചാലും കാര്യമില്ല, ഇളയിടം പ്രസംഗിച്ചാലും കാര്യമില്ല. ഇത് പ്രസംഗിക്കുന്നവരല്ല വിഷയം, പ്രമേയമാ വിഷയം. ഇന്നലെ ഭീമോന ചെമ്പാസ് പ്രസംഗിച്ചു, ഞാൻ പ്രസംഗിക്കുന്നു, നാളെയൊക്കെ ദൈവദാസന്മാർ വന്ന് പ്രസംഗിക്കും. പക്ഷെ ഞങ്ങളെല്ലാം വരച്ച് കാട്ടുന്നത് ക്രൂശാണ്, രക്ഷപ്പെട്ടു. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ച് കാട്ടുന്നത് ക്രൂശിനെയാ. ഇവിടെ പാടിയ ഞങ്ങളുടെ സഹോദരങ്ങൾ വരച്ച് കാട്ടുന്നത് യേശുവിനെയാ, പ്രസംഗിക്കുന്ന ഞാൻ വരച്ചു കാട്ടുന്നത് യേശുവിനെയാ. നമുക്കല്ലാത്ത ഒരു സെലിബ്രിറ്റി ഇവിടെ വേണ്ട, നമുക്ക് ഉയർത്താൻ യേശു മാത്രമേ ഉള്ളൂ.